ബീട്രൂട്ട് തോരൻ ഒരു അടിപൊളി തോരനാണ്, നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കാൻ ഞാനൊരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞ് കഴുകി ഒന്നെടുക്കണം. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഒരു സവാളയും 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി സവാളയും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊന്ന് പൊട്ടി വന്നാൽ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്രേറ്റ് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും ഉള്ളിയും ഒക്കെ നന്നായി എല്ലാ ഭാഗത്തും രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് രണ്ടും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ബീട്രൂട്ടൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകി ഇട്ടെടുക്കണം. ഞാൻ തേങ്ങ ചിരകിയതിലിട്ടത് കടയിൽ നിന്ന് വാങ്ങിയ ബിസ്ക്കറ്റ് കോക്കനട്ടാണ് ഇട്ടെടുത്തത്. തേങ്ങ ചിരകിയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇത് റെഡിമെയ്ഡ് ഐറ്റംസാണ് ഞാൻ ഇട്ടത്. തേങ്ങ ചിരകി ഇട്ടെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി മൂടി വെച്ച് കുറച്ച് സമയം വേവിപ്പിച്ചെടുക്കണം. ബീട്രൂട്ട് ഒന്നും കൂടി വേവണം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡിയായി. ഒരു ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇല്ലെങ്കിലും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. Thank you.